പൈത്തൺ ലാംഗ്വേജിൽ എറർ സംഭവിക്കാം. എറർ രണ്ട് രീതിയിലാകാം. ഒന്നുകിൽ അതൊരു സിൻടാക്സ് എറർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ ആയിരിക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. പ്രിന്റ് ഒരു ബ്രാക്കറ്റ് 12/3 അതിനുശേഷം രണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ബ്രാക്കറ്റിൻ്റെ വ്യത്യാസമുണ്ട്. തുടക്കത്തിൽ 1 പിന്നീട് 2. ഇതിനെയാണ് സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തു പോകുന്നു. അവിടെ ഒന്നാമത്തെ വരിയിൽ ഒരു എറർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നു. സിൻടാക്സ് എറർ എന്ന് കാണിക്കുന്നുണ്ട്. ഇൻവാലിഡ് സിൻടാക്സ് എന്ന് കൂടി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ ലൈനിലെ സിൻടാക്സ് എറർ തിരുത്താം. നമ്മൾ ആ സെക്കൻഡ് ബ്രാക്കറ്റ് കളയുന്നു. അവിടെ 12/0 ആക്കുന്നു. അതിനുശേഷം വീണ്ടും റൺ ചെയ്യുന്നു. അപ്പോൾ അവിടെ സിൻടാക്സ് എറർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിൻടാക്സ് എറർ ഇല്ല. എന്നാൽ വേറൊരു എറർ അവിടെ കാണിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സെപ്ഷൻ ഉള്ള സാഹചര്യത്തിൽ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ 0 ഡിവിഷൻ എറർ എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ഡിവിഷൻ ബൈ 0 ആണെന്ന് കൂടി കാണിച്ചുകൊണ്ട് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ സിൻടാക്സ് എറർ സിൻടാക്സിലെ പോരായ്മ കൊണ്ടാണ്. എന്നാൽ എക്സെപ്ഷൻ സിൻടാക്സ് കറക്റ്റ് ആയിരിക്കും, പക്ഷേ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കുറേയധികം എറേഴ്സിന് അവിടെ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു രീതിയിലുള്ള എറേഴ്സിനെയാണ് ഇവിടെ എക്സെപ്ഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തു, പകരം എക്സെപ്ഷൻ എറർ ഇവിടെ കാണിക്കുന്നു. അപ്പോൾ എക്സെപ്ഷൻസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തിരുത്തിക്കൊണ്ട് പുതിയ മെസ്സേജ് വഴി അതിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് പൈത്തണിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം ഉള്ളത്. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിനകത്ത് നമുക്ക് കുറേയധികം ചോയ്സസ് ഉണ്ട്. ആ ചോയ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സെപ്ഷൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തുകൊണ്ട് യൂസേഴ്സിന് നല്ല മെസ്സേജ് കൊടുത്തുകൊണ്ട് അവർക്ക് പ്രോഗ്രാം ഹാൾട്ട് ചെയ്യാതെ തന്നെ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കറക്റ്റായ രീതിയിൽ കിട്ടുന്നതിനാണ് എക്സെപ്ഷൻസ് ഉപയോഗിക്കുന്നത്. ട്രൈ ആൻഡ് എക്സെപ്റ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. പ്രിന്റ് എക്സ്. പ്രിന്റ് എക്സ് എന്ന് കൊടുത്താൽ എക്സ് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എറർ കാണിക്കും. അത് നെയിം എററാണ്. നിങ്ങൾക്കത് ഔട്ട്പുട്ടിനകത്ത് കാണാവുന്നതാണ്. നെയിം എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇവിടെ സിൻടാക്സ് എറർ ഇല്ല, എക്സെപ്ഷനാണ്. അതിന് നമ്മൾ പ്രോഗ്രാമിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് മതിയാകും. സിൻടാക്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ട്രൈ കോളൻ പിന്നീട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാവുന്നതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള എന്തെങ്കിലും എക്സെപ്ഷൻസിനെയാണ് പിന്നീട് വരുന്ന എക്സെപ്റ്റ് കോളൻ എന്നുള്ളതിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് ട്രൈ ഒരു എക്സെപ്റ്റുള്ള ഒരു സിൻടാക്സ് ആണ്. ഇവിടെ ഒരു ട്രൈ, അതിനുശേഷം വരികൾക്ക് ശേഷം നമ്മൾ ഒരു എക്സെപ്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് എക്സെപ്റ്റ് കോളൻ കൊടുക്കുന്നത്. ഇവിടെ എക്സെപ്റ്റിനകത്ത് സിമ്പിളായിട്ട് ചെയ്യുന്നത് പ്രിന്റ് ആൻ എക്സെപ്ഷൻ ഒക്കേഡ്. അപ്പോൾ എന്ത് എക്സെപ്ഷൻ സംഭവിച്ചാലും ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ പ്രിന്റ് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഔട്ട്പുട്ടിനകത്ത് കാണാവുന്നതാണ്. ഇവിടെ ഒരു എറർ ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പ്രോഗ്രാം വർക്ക് ചെയ്തപ്പോൾ റൺ ചെയ്തപ്പോൾ അവിടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തു പോയി. ഇവിടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നില്ല, പകരം ആൻ എക്സെപ്ഷൻ ഒക്കേഡ് എന്ന ലൈൻ പ്രിന്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൽ നേരത്തെ കണ്ട പോലുള്ള എറേഴ്സ് വരാൻ പാടില്ല.
എറർ മെസ്സേജ് എല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന ടോപ്പിക് ഉള്ളത്. ഇതിനകത്ത് 2 ബ്ലോക്കുകളാണ് ഉപയോഗിക്കുന്നത്, ട്രൈ ബ്ലോക്കും എക്സെപ്റ്റ് ബ്ലോക്കും. വരികളിലെ എറേഴ്സിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ ബ്ലോക്ക് ഉള്ളത്. ഒരു എറർ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സെപ്റ്റ് ബ്ലോക്ക്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ ഉണ്ടായിരുന്ന എക്സാമ്പിളിന് വളരെ സിമിലർ ആയിട്ടാണ് ഇത്തവണയും പ്രോഗ്രാം ഉള്ളത്. ട്രൈ അതുപോലെ തന്നെയുണ്ട്, ഒരു വരി അതുപോലെ തന്നെയുണ്ട്, പ്രിന്റ് എക്സ്. അതിനുശേഷം എക്സെപ്റ്റിനകത്ത് ചെറിയൊരു ചേഞ്ച് വരുത്തുന്നു. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നെയിം എറർ എന്നൊരു എററാണ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു എക്സെപ്ഷൻ ആണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായി എക്സെപ്റ്റ് നെയിം എറർ എന്ന് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നെയിം എററിന് എന്താണോ നമ്മൾ യൂസർക്ക് ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ വേരിയബിൾ എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ കൂടുതലായി ചെയ്യുന്നുണ്ട്. നെയിം എറർ അല്ലാതെ വേറെ ഏതെങ്കിലും എറർ നമ്മുടെ പ്രിന്റ് എക്സ് അല്ലെങ്കിൽ ആ ട്രൈ ബ്ലോക്കിൽ ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായി വീണ്ടും ഒരു എക്സെപ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ കേസിൽ ഇവിടെ സംതിങ് എൽസ് വെന്റ് റോങ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒന്നിലധികം എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നെയിം എറർ ആണെങ്കിൽ ആദ്യത്തെ എക്സെപ്റ്റ് ബ്ലോക്കിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ വർക്ക് ചെയ്യുന്നു. അതല്ല വേറെ ഏതെങ്കിലും എക്സെപ്ഷൻസ് ആണെങ്കിൽ അതിന് രണ്ടാമതുള്ള എക്സെപ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നിലധികം എക്സെപ്ഷൻസ് നമുക്ക് പ്രോഗ്രാമിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എക്സെപ്റ്റിന്റെ സിൻടാക്സ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ എൽസ് എന്നൊരു കീവേഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പ്രവർത്തന രീതിയാണ് എൽസ് ഉപയോഗിക്കുമ്പോൾ വരുന്നത്. അതായത് നേരത്തെ കുറേയധികം എക്സെപ്ഷൻസിനെയാണ് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ എക്സെപ്ഷൻ ഇല്ലാത്ത കേസ് അവിടെ പറയുന്നില്ല. എന്നാൽ എൽസ് ഉപയോഗിക്കുമ്പോൾ എക്സെപ്ഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, എക്സെപ്ഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് പ്രിന്റ് ചെയ്യണമോ എന്നുള്ളത് ഇവിടെ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നു. അപ്പോൾ ട്രൈ കൊടുക്കുന്നു, അവിടെ പ്രിന്റ് കൊടുത്ത് ഒരു ഗുഡ് മോർണിംഗ് എന്ന് പ്രിന്റ് ചെയ്യുകയാണ്. ഒരു ലൈൻ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് എറേഴ്സ് ഒന്നും ഇല്ല ഈ കേസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സെപ്റ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, കാരണം എക്സെപ്ഷൻ ഇല്ല അവിടെ. അപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ, പ്രിന്റ് സംതിങ് വെന്റ് റോങ് എന്നുള്ള എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് എക്സെപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് എൽസിലോട്ട് മൂവ് ചെയ്യുന്നു, അവിടെ നത്തിങ് വെന്റ് റോങ് എന്ന് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കൊടുത്തിരിക്കുന്ന വരികളിൽ പ്രത്യേകിച്ച് എക്സെപ്ഷൻ ഒന്നും ഇല്ല, നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് മെസ്സേജ് യൂസേഴ്സിന് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു എൽസ് എന്നുള്ള കീവേഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ട്രൈ കോളൻ പിന്നെ അതിനുശേഷം എക്സെപ്റ്റ് എന്നുള്ള ബ്ലോക്ക്, അതിനുശേഷം എൽസ് എന്നൊരു ബ്ലോക്ക് കൂടി അവിടെ ഉണ്ട്. എൽസ് കോളൻ എന്നാണ് അതിൻ്റെ സിൻടാക്സ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ നമുക്ക് വേണ്ട വരികൾ എൽസ് ബ്ലോക്കിൽ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം, അടുത്ത കീവേഡ് നോക്കാം. ഫൈനലി എന്നാണ് കീവേഡിൻ്റെ പേര്. ഇവിടെ ട്രൈ എക്സെപ്റ്റ് ഫൈനലി ഈ കീവേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രൈ ബ്ലോക്കിലെ സ്റ്റേറ്റ്മെൻറ്റ്സിന് എക്സെപ്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഏതെങ്കിലും കോഡ് ഏതെങ്കിലും വരികൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വരികളെ ഫൈനലി എന്നുള്ള ബ്ലോക്കിൽ കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇവിടെ ട്രൈ ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ എക്സെപ്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇവിടെ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് നേരത്തെ എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ 3 ബ്ലോക്കുകളുണ്ട്: ട്രൈ, എക്സെപ്റ്റ്, ഫൈനലി. ട്രൈ ബ്ലോക്കിൽ ഒരു വരിയേ ഉള്ളൂ, പ്രിന്റ് എക്സ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രിന്റ് എക്സിൽ ഒരു എറർ ഉണ്ട്, കാരണം എക്സ് ഡിഫൈൻ ചെയ്തിട്ടില്ല, നെയിം എററാണ്. എന്നാൽ ഇവിടെ എക്സെപ്റ്റിൽ നമ്മളത് നെയിം എറർ ഹാൻഡിൽ ചെയ്യുന്നില്ല, പകരം ഏത് എക്സെപ്ഷൻ ആയാലും പ്രിന്റ് ചെയ്യാനുള്ള ഒരു ബ്ലോക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് എക്സെപ്റ്റ് ബ്ലോക്ക് കൊടുക്കുന്നത്. ഇവിടെ നെയിം എറർ ഉള്ളതുകൊണ്ട്, എക്സെപ്റ്റ് നെയിം എറർ എക്സെപ്ഷൻ ഉള്ളതുകൊണ്ട് സംതിങ് വെന്റ് റോങ് എന്നുള്ളത് പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഫൈനലി അത് എക്സെപ്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും അത് പ്രിന്റ് ചെയ്യും. അപ്പോൾ അവസാനം ദ ട്രൈ എക്സെപ്റ്റ് ഈസ് ഫിനിഷ്ഡ് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഔട്ട്പുട്ടിൽ നിങ്ങൾ കാണാവുന്നതാണ് സംതിങ് വെന്റ് റോങ് എന്നുള്ള എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഫൈനലി എന്നുള്ള ബ്ലോക്കിൽ ദ ട്രൈ എക്സെപ്റ്റ് ഈസ് ഫിനിഷ്ഡ് എന്നുള്ള വരി കൂടി പ്രിന്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം അവസാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കുറച്ച് വരികൾ പ്രോഗ്രാമിൽ എന്തായാലും എക്സെപ്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് ഫൈനലി കീവേഡ് ഉപയോഗിക്കാവുന്നതാണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ റേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു എക്സെപ്ഷൻ റേസ് ചെയ്യാൻ കഴിയും. അതിനാണ് റേസിങ് ആൻ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു എക്സെപ്ഷൻ റേസ് ചെയ്യാനായിട്ട് സാധാരണ ഒരു കണ്ടീഷൻ ഉപയോഗിക്കും. ആ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു എക്സെപ്ഷൻ നമ്മൾ മനഃപൂർവ്വം റേസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ എക്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, -1 ആണ്, 0 ചെറുതാണ്. അപ്പോൾ അടുത്ത ലൈനിൽ തന്നെ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്, ഇഫ് എക്സ് ലെസ് ദാൻ 0. അപ്പോൾ 0 ചെറുതാണെങ്കിൽ അവിടെ നമ്മളൊരു എക്സെപ്ഷൻ റേസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് സോറി നോ നമ്പേഴ്സ് ബിലോ 0 എന്നൊരു എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് റൺ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു എറർ അവിടെ കാണിക്കും. അതിനുശേഷം മാത്രമേ നമ്മുടെ എക്സെപ്ഷൻ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു എറർ ഡിസ്പ്ലേ ചെയ്ത ശേഷം അവിടെ ഒരു എക്സെപ്ഷൻ കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് റേസ്, RAISE. അതിനുശേഷം നമ്മൾ എക്സെപ്ഷൻ കൊടുക്കുക. എക്സെപ്ഷൻ കീവേഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. ബ്രാക്കറ്റിനകത്ത് നമുക്ക് വേണ്ട മെസ്സേജ് അവിടെ കൊടുക്കുക. അതിനുശേഷം ക്ലോസ് ചെയ്യുക. അപ്പോൾ റേസ് എക്സെപ്ഷൻ മെസ്സേജ്, ഇങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടീഷൻ കൊടുക്കാൻ കഴിയും. ആ കണ്ടീഷനകത്ത് അത് ട്രൂ ആണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ എക്സെപ്ഷൻ റേസ് ചെയ്യാൻ കഴിയും. ഇത് മറ്റൊരു എക്സാമ്പിളാണ്. ഇവിടെ എക്സ് ഒരു സ്ട്രിങ് ആണ്. അടുത്ത വരിയിൽ, മൂന്നാമത്തെ വരിയിൽ എക്സ് ടൈപ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇൻറ്റിജർ അല്ലെങ്കിൽ ഇഫ് നോട്ട് ടൈപ്പ് എക്സ്, ഇവിടെ അത് ഇൻറ്റിജർ അല്ല, ഇവിടെ സ്ട്രിങ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ റേസ് എക്സെപ്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നു. ഇവിടെ നമുക്ക് ടൈപ്പ് എറർ കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ടൈപ്പ് എറർ കൊടുക്കുന്നു. ബ്രാക്കറ്റിനകത്ത് നമുക്ക് വേണ്ട മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ റേസ് കഴിഞ്ഞിട്ട് വരുന്ന ആ ടൈപ്പ് എറർ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓൺലി ഇൻറ്റിജേഴ്സ് ആർ എല്ലായിടത്തുള്ള മെസ്സേജ് കൂടി കൊടുക്കുന്നത് കൊണ്ട് അതുകൂടി ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രോഗ്രാം ഹാൾട്ടായി പോകുന്നുണ്ട്. പ്രോഗ്രാം നിർത്തിയതിന് ശേഷമാണ് നമ്മുടെ റേസ് എക്സെപ്ഷൻ്റെ എക്സെപ്ഷൻ മെസ്സേജ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഹാൾട്ടായ അവസ്ഥയിൽ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം നമ്മൾ റേസ് എക്സെപ്ഷൻ കൊടുക്കുക. കാരണം കുറേയധികം ഓപ്ഷൻസിനകത്ത് പ്രോഗ്രാം ഹാൾട്ടാകാതെ തന്നെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവസരത്തിൽ മാത്രം നിങ്ങൾ റേസ് എക്സെപ്ഷൻ ഉപയോഗിക്കുക. അടുത്തതായി അസേർട്ട് കീവേഡ് നോക്കാം. എങ്ങനെയാണ് ഒരു അസേർട്ട് കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് അസേർഷൻ എറർ എക്സെപ്ഷൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് കൂടി നോക്കാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് അസേർട്ട്, ASSERT. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിനകത്ത് എക്സിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, സ്ട്രിങ് HELLO ഹലോ. അതിനുശേഷം അസേർട്ട് കീവേഡ് ഉപയോഗിച്ചിരിക്കുന്നു, അസേർട്ട് x = hello, x is hello എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ട്രൂ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല, അതായത് x = ഇവിടെ ഹെലോ തന്നെയാണ്. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഇവിടെ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നില്ല. പകരം ഇപ്പോൾ അസേർട്ട് x = ഹെലോ അല്ലാത്ത വേറെ ഏതെങ്കിലും സ്ട്രിങ് ആണെങ്കിൽ അവിടെ ആ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പ്രോഗ്രാം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ വരിയിൽ അസേർട്ട് x = goodbye എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം x should be hello എന്നുകൂടി മെസ്സേജിനകത്ത് കൊടുക്കുകയാണ്. ഇവിടെ അസേർഷൻ എറർ എക്സെപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിനകത്ത് എറർ സംഭവിച്ചു, അതായത് കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നു, അതാണ് ഇവിടെ പ്രത്യേകത. നേരത്തെ പ്രോഗ്രാമിനകത്ത് നമ്മൾ കണ്ടീഷൻ ട്രൂ ആയിരുന്നു, അപ്പോൾ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാതെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ x = goodbye ആണ്, അതുകൊണ്ട് വേറൊരു സ്ട്രിങ് വാല്യൂ ആണ്, അതുകൊണ്ട് തന്നെ അവിടെ എറർ മെസ്സേജ് കാണിക്കുന്നു. അതിനുശേഷം നമ്മുടെ അസേർഷൻ എറർ കൂടി അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, x should be hello. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് അസേർട്ട് കീവേഡ് ഉപയോഗിക്കാവുന്നതാണ്. അതിന് കണ്ടിന്യൂഷനായി അസേർഷൻ എറർ എക്സെപ്ഷൻ കൂടി അവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ ഉപയോഗിക്കാവുന്ന ഒരു കീവേഡ് അസേർട്ട്. ഇത്രയും ചോയ്സ് ആണ് ഒരു പൈത്തൺ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിനകത്ത് ഉള്ളത്. ഒന്നാമത്തേത് ട്രൈ ക്ലോസ്. ട്രൈ ക്ലോസിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സുമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. അതെല്ലാം നമ്മൾ ട്രൈ ബ്ലോക്കിനകത്ത് ഉൾപ്പെടുത്തുന്നു. അതിനു വേണ്ടിയിട്ടാണ് ട്രൈ ക്ലോസ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് എക്സെപ്റ്റ് ആണ്. അങ്ങനെയാണ് ട്രൈ എക്സെപ്റ്റ് എന്നുള്ളൊരു സംവിധാനം വരുന്നത്. ട്രൈ ബ്ലോക്ക്, എക്സെപ്റ്റ് ബ്ലോക്ക്. എക്സെപ്റ്റ് ഉപയോഗിക്കുന്നത് ട്രൈ ബ്ലോക്കിനകത്ത് വന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അതിനെ ക്യാച്ച് ചെയ്യാനും അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സെപ്റ്റ് ബ്ലോക്ക് ഉള്ളത്. നമുക്ക് ഒന്നിലധികം എക്സെപ്റ്റ് ബ്ലോക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ആയി, എക്സെപ്റ്റ് ആയി, ട്രൈ എക്സെപ്റ്റ് തന്നെ കുറേ ടൈപ്പ് ബ്ലോക്സ് ആയി. ഇനി അടുത്തത് എൽസ് ആണ്. എൽസിനകത്ത് വരുന്നത് എക്സെപ്ഷൻസ് ഇല്ലാത്ത കേസ് ഉണ്ടെങ്കിൽ, അതായത് നോ എക്സെപ്ഷൻ എന്നുള്ളൊരു ഐഡിയ ആണ്. എക്സെപ്ഷൻ ഒന്നുമില്ലെങ്കിൽ നമുക്ക് എൽസ് ബ്ലോക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതിന് വേണ്ടിയാണ് എൽസ് എന്നുള്ള ക്ലോസ് അവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത ചോയ്സ് ഫൈനലി ആണ്. അപ്പോൾ എക്സെപ്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും രണ്ട് ചോയ്സും, എക്സെപ്ഷൻ ഉണ്ട് ഇല്ല, ഏത് കേസിലും റൺ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെ കോഡാണ് ഫൈനലി ക്ലോസിനകത്ത് കൊടുക്കുന്നത്. ഇനിയുള്ളത് റേസും അസെറ്റുമാണ്. റേസ് ഏത് സമയം വേണമെങ്കിലും നമുക്കൊരു എക്സെപ്ഷനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് റേസ് കൊടുക്കുന്നത്. അവിടെ കണ്ടീഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അസെറ്റ് കണ്ടീഷൻ ട്രൂ ആയാൽ സാധാരണ പോലെ അത്
കണ്ടിന്യൂ ചെയ്യും. ഇനി കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എക്സെപ്ഷൻ സംഭവിക്കുകയും ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യുകയും പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും സംഭവിക്കുന്നു. ഇത്രയുമാണ് ഒരു പൈത്തൺ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ നമുക്ക് ചെയ്യാവുന്ന ചോയ്സസ്. ഇങ്ങനെയാണ് പൈത്തൺ എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്.